വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്ലഡ് റോസ് 316. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സൂപ്പർ ബെയർ അഡ്വഞ്ചേഴ്സ് കളിക്കുന്നതാണ്. അതിൽ നമ്മുടെ ടെർട്ടിൽ ടൗണില്ലേ അതിൻ്റെ എല്ലാ ബെയറും അൺലോക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഇതുവരെ അൺലോക്ക് ചെയ്യാത്തവരെല്ലാം ഈ വീഡിയോ നോക്കി നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. സൂപ്പർ ബെയർ അഡ്വഞ്ചറസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗെയിമിൻ്റെയോ കൂടുതൽ വീഡിയോസ് കിട്ടണം എന്നുള്ളവർ ഒന്ന് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. അല്ലാത്തവർ എന്ത് ചെയ്യുക, അവർ ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ ചെയ്തേക്കും. പിന്നെ അല്ലേ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തപ്പോൾ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ അതിൽ 8 പേരാണ് ടോട്ടലുള്ളത്. അതിൽ ആദ്യത്തെ ബെയറിനെ നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ പുഴയില്ലേ, പുഴയാണോ? ഈ പുഴ, പുഴേൻ്റെ അവിടെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തൊരു സീക്രട്ട് അറയുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം, പലർക്കും മനസ്സിലാകത്തില്ല. അവിടെ നമ്മൾ ചാടി നേരെ ഇങ്ങോട്ടെത്തി. ഇവിടെ ഒരു സീക്രട്ട് അറയുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് കിടക്കാം. ഒന്ന് തലയിടിച്ചോ. ഓക്കെ, അപ്പം ഇവിടെ കുറേ ചുവന്ന ബോക്സ് ഉണ്ട്. അതൊന്നും അതിൽ ചാടി വേണം പോകാൻ. അതൊന്നും ചെയ്യാതെ ഉള്ളൊരു അങ്ങനെയൊന്നും ചാടി കിടക്കാതിരിക്കാനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഓക്കെ, അടുത്ത ടോമീൻ്റെ താക്കോൽ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവന്മാർ വെച്ചേക്കുന്നത്. എന്ത് ചെയ്യാനാ? ഓക്കെ, ഇനി രണ്ടാമത്തെ ബെയർ അത് ഈ പുഴയിൽ തന്നെയാണ് ഉള്ളത്. എവിടെയാന്ന് ചോദിച്ചതാ, ഇങ്ങനെ അറ്റത്ത് പോവാം. അതായത് പുഴേൻ്റെ ഏറ്റവും അറ്റത്ത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും അറ്റത്ത് പോയ ഒരു സീക്രട്ട് ആറാണ്. അതിലേക്ക് വന്നിട്ട് ഈ വള്ളിച്ചെടി പിടിച്ച് കയറിയ അവിടെ ഒരു താക്കോലാണ്. ഓക്കെ, നമ്മൾ ആ താക്കോൽ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഫസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ കുഴപ്പമില്ല. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ താക്കോലെല്ലാം എടുത്ത് നേരെ നമ്മൾ രണ്ടാമത്തെ പേരിനെ അൺലോക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തതിന് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ ഈ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് പോയാൽ ഓക്കെ, അടുത്ത പേരെന്ന് പറഞ്ഞാൽ അടുത്ത പേര് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ പറഞ്ഞുതരാം. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ടല്ല. പിന്നെ സ്റ്റിക്കറാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടിയിൽ സ്റ്റിക്കറുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ചോ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഉള്ളവർ അൺലോക്ക് ഉണ്ട്, ഇല്ലാത്തവർ അൺലോക്ക് ചെയ്തോ. ഓക്കെ, പണി ഇല്ലാത്തവരായിരിക്കുമല്ലോ മിക്കവാറും ഇത് കളിക്കുക. ഓക്കെ, അതുകൊണ്ട് ആ സ്റ്റിക്കറും കൂടെ കളക്ട് ചെയ്തോ. ഓക്കെ, നമ്മൾ നേരെ അതിൻ്റെ മേലെ എത്തിയിരിക്കണം. നമ്മൾ മെസ്സി ഫാൻ ആയതുകൊണ്ട് അവനെല്ലാം ചവിട്ടി തെറിപ്പിച്ച് കളഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് പേരെന്ന് പറഞ്ഞാൽ അതൊരു ചക്രം കാണുന്നില്ലേ, അങ്ങോട്ട് പോയാലാണ് സെക്കൻഡ് പേരിനെ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ ചാടി പോവാണ്. ഓക്കെ, പലർക്കും ഇത് ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷെ എനിക്കിത് സിമ്പിളാണ്. ഓക്കെ, നമ്മളിങ്ങനെ നേരെ ഇവിടെ തേനീച്ചിന് നമ്മൾ അടിച്ച് കൊന്നിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അടുത്തവനെ അൺലോക്ക് ചെയ്യണമെങ്കിൽ അവൻ്റെ ഒരു ആമക്കുട്ടി ഉണ്ട്. ഓക്കെ, അവനും കൂടെ ഹെഡ് ഷോട്ട് അടിച്ചിടാം. മെസ്സി ഫാൻസ് അല്ലെങ്കിൽ റോബർട്ടോ കാർലോസ് ഫാൻസ് അല്ലെങ്കിൽ റൊണാൾഡോ ഫാൻസ്, അല്ലാതെ നെയ്മർ ഫാൻസ് എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കണം. ഓക്കെ, അടുത്തവനെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇത് നോക്കി ചെയ്താൽ മതി. ഇത്രയുള്ള സിമ്പിളാണ്. ഈ റെഡ് ഓക്കെ, ജസ്റ്റ് മിസ്സിനാട്ടോ ആ റെഡ് നമ്മൾ ഇതാക്കി. ഓക്കെ, നമ്മൾ DJ കൂപ്പറിനെ അൺലോക്ക് പരസ്യം കേട്ടോ, ടെക്നോളജിയ. ഓക്കെ, അങ്ങനെ നമ്മളെ 4 മിനിറ്റിനുള്ളിൽ 4 പേരിനെ അൺലോക്ക് ചെയ്ത് 3 പേരിനെ അൺലോക്ക് ചെയ്ത് എനിക്ക് പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. 5 മിനിറ്റിനുള്ളിൽ 5 പേരിനെ ഞാൻ കളക്ട് ചെയ്തിരിക്കും. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ കേട്ടോ. അത് അപ്പോൾ നമ്മളെ ഇങ്ങനെ അടുത്ത് ഞാൻ ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ കല്ലിൽ കയറിയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കണ്ടോ, സിമ്പിൾ ടെക്നോളജിയാണ്. ഓക്കെ, 5 മിനിറ്റ് ആയില്ല, അതിന് മുമ്പ് നമ്മൾ അൺലോക്ക് ചെയ്തിരുന്നു. പിന്നെ അടുത്ത പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിലയ്ക്ക് വേണം. റിസ്കി പ്രോബ്ലമാണ്. റിസ്കില്ല
ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഈ പർപ്പിൾ ഹണി കുടിച്ചവരില്ലേ, അവർക്കൊന്നും വെള്ളത്തിലേക്ക് ചാടാൻ പറ്റില്ല. വെള്ളത്തിലേക്ക് ചാടി അവർ ഡെത്താവും. റീബർത്ത് അല്ല, ഡെത്ത്. ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് ഓനെയും കൂടെ കൊല്ലാം. ഓക്കെ, ഓന് ചത്തിരിക്കുന്നു. നമുക്കപ്പം നേരെ ജസ്റ്റിസ് ഇപ്പം നേരെ നോക്കിയത് അതിലേക്ക് പോവാം. പോവേ. അയ്യോ ശരി, 2 ലൈഫ്, ഇപ്പം 3 ലൈഫായി. ഇനി നോക്കി വള്ളിച്ചെടിക്കൊണ്ട് ചാടിപ്പോവാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാ, ഈ ഒരു സാമാനമാണ്. ഈ ഒരു സാമാനം നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ഓക്കെ, ഇവിടെ ഒരുത്തലുണ്ട്. അവനെയും കൂടെ നമുക്ക് വെള്ളത്തിൽ നോക്കി കൊല്ലാം. ഓക്കെ, ഈ ടിപ്പെല്ലാം നിങ്ങൾ യൂസ് ചെയ്താൽ ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് വളരെ ഇതായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരുത്തനും കൂടെ ഉണ്ടോ, അവനെയും കൂടെ കൊന്നിട്ട് അടുത്ത് വരണമല്ലോ. ഓക്കെ, ആറാമത്തെ വേറെ അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. 5 പേരിനെ അൺലോക്ക്, അല്ല 4 പേരിനെ അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. 4 ഇല്ലേ? 4 പേരിനെ അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. 5 മിനിറ്റിനുള്ളിൽ 4 പേരിനെ അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴാണ് 5 പേര്, 5ാമത്തെ പേരായേ. ഓക്കെ, ഇനി 6ാമത്തെ പേര്, അല്ല 7ാമത്തെ പേരെന്ന് പറഞ്ഞാൽ 6ാമത്തെ പേരെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് വരാം. ഓക്കെ, നമുക്ക് എന്നിട്ട് നേരെ മേലേക്കാണ് പോകുന്നത്. ഇവിടെ ഞാനൊരു ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് ട്രയൽ മൂഞ്ചി. ഇതിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതായ ഇങ്ങോട്ട് ചാട. ഇപ്പോൾ ഒരു ബ്ലോക്കാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ ചാടിയപ്പോൾ താഴേക്കായിരുന്നു. അത് നമുക്ക് നേരെയാക്കാം. ഓക്കെ, അത് നമുക്ക് നേരാക്കി. ഈ വണ്ടികളുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഹൈവേൻ്റെ സൈഡിലാണ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ സൗണ്ടൊക്കെ. നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് താക്കോലെല്ലാം കിട്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മളങ്ങനെ ബോബിനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി ബോസ് ഫൈറ്റിൻ്റെ സമയമാണ്. ഓക്കെ, അവിടെ ഒരു തേനീച്ചുണ്ടാകുന്നത് നമുക്ക് കൊല്ലണം. എടാ, ഈ തേനീച്ച കൊമ്പും കൊണ്ടല്ലോ, അല്ല മുള്ളും കൊണ്ടല്ലോ എന്ന്. അപ്പം ഈ ബേർ ഇങ്ങനെ ഇടിച്ചാൽ അവൻ്റെ കയ്യിൽ തേനീച്ച കുത്തൂലേ? ഇല്ലേ? അവരതൊന്നും വിചാരിക്കുന്നില്ല. അവർ ഇടിച്ച് കൊല്ലുക, ഫുൾ ഓഫ് വയലൻസ് ആണ് അവരോട് ഉദ്ദേശം. ഓക്കെ, ഇങ്ങനെ ഇവിടെ എത്ര എണ്ണമൊക്കെ 1 2 4 5 6 പേരാണുള്ളത്. ഇതിപ്പോൾ 7ാമത്തെ പേരാണ്, ലാസ്റ്റ് പേര്. ഓക്കെ, ഇതാണ് ടർട്ടിൽ ഗോളത്തെ നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അമ്മേ വേഗം പേടിക്കാം. ഓക്കെ, ടർട്ടിൽ ഗോളം ആള് കുറച്ച് സീനാണ് കേട്ടോ. ഇതുണ്ടോ, അതുകൊണ്ട് ഒരു ഇടിക്ക് തന്നെ 10-20 10 പവറുണ്ട്. ഓരോ ഇടിയല്ല, ഓരോ അടിക്ക് 1 ലൈഫ് വരെയാണ് ഒരു പ്രാവശ്യം കുറയുന്നത്. കണ്ടോ, ഇവൻ കുറച്ച് ഇതാട്ടോ, പണിയാട്ടോ. ഓക്കെ, നമുക്ക് അവനെ 1 ലൈഫും കൂടെ, ഓന് 3 ലൈഫാണുള്ളത്. ഒരു ലൈഫും കൂടി, നമുക്ക് 1 ലൈഫും കൂടി ആണോ, ഓന് 1 ലൈഫാണല്ലോ. ചത്ത് അറിയാം. ഓക്കെ, ഗെയിം ഓവർ. നമുക്ക് റിവൈവ് വെക്കാം. ഈ പരസ്യമാണ് എനിക്കിഷ്ടമില്ലാത്ത. ഓക്കെ, പരസ്യം വരാം. ഓക്കെ, ഇനി അവനെ നമുക്ക് ഇതാക്കാം, തീർക്കാം. ഓക്കെ, നമ്മുടെ ഗെയിം ഗെയിമുകൾ നമുക്ക് തീർക്കാം. ക്ലീൻ. ഓക്കെ, നമ്മളിങ്ങനെ ഡൊമൈൻ എക്സ്പാൻഷൻ കാത്തുവാണ്. 9 മിനിറ്റ് ആയിട്ട്. ഓക്കെ, ആള് നേരെ എക്സിറ്റ് ബട്ടൺ നിൽക്കാണ്. ഈ വീഡിയോ 11 മിനിറ്റാണുള്ളത്, 11 അല്ല 12-11 മിനിറ്റിനുള്ളിൽ നല്ല തീർക്കും ഗൈസ്. നിങ്ങളിതൊന്ന് കണ്ട് സഹായിക്കണം. വേറെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കളിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടത് തന്നെ. എൻ്റെ
പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ട് ഒരു സീക്രറ്റ് വഴിയുണ്ട് നമുക്ക് മേലേക്ക് കയറണമെങ്കിൽ. ടെർട്ടിൽ ഓക്കെ, അവർ നമ്മൾ കൊന്നിരിക്കണം. ഓക്കെ, ഇവിടെ ഒരു ഹാർട്ട് ഉണ്ട്, നമുക്ക് ആ ഹാർട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ ചാടിപ്പോയാൽ നമുക്കിവിടെ ഇത് കിട്ടും, ഒരു പെട്ടി. ആ പെട്ടി തരാം. പിന്നെ നമ്മളങ്ങനെ ഇമോട്ട് ചേഞ്ച് ചെയ്ത് കളിക്കണം. യെസ്, കിട്ടിയില്ലേ? ഓക്കെ, യെസ് കിട്ടി. യാ, നമുക്ക് വേറെ ഇവിടെ ചെയ്യാം. ഫ്ലിപ്കാർട്ടായിരിക്കും നമ്മൾ. ഓക്കെ, നമുക്ക് വേണ്ടി ഇങ്ങോട്ട് ചെയ്യണം. ഓ യെസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഫൈനൽ ബെയർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെയാണ്. ഈ ഒരു സാധനത്തേക്കൂടെ ഇങ്ങനെ ചാടുക. അപ്പം നമ്മൾ അവിടെ എത്തുമല്ലോ. ഓക്കെ, അവിടെ എത്തും. ഇപ്പം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെയർ ഉണ്ടാവും. അൺലോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവൻ എത്ര 25 കോയിൻ വേണം. 25 കോയിൻ ഉണ്ടെങ്കിൽ അവൻ അൺലോക്ക് ചെയ്യാം. 50 കോയിനാണ് ടെർട്ടിൽ വില്ലേജിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ 7 ബെയറിനെ അൺലോക്ക് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണാം. ബൈ.